എന്റെ കയ്യിൽ പെടാത്ത കാര്യം എന്നിലടിച്ചേൽപ്പിക്കല്ലേ ഉമ്മാ. 10 മാസം വയറ്റിൽ കടന്നുകൊണ്ട് എന്നെ രക്ഷിച്ച, 4 വരേക്കും എന്നെ സംരക്ഷിച്ചു പോന്ന അങ്ങനെ സ്നേഹനിധിയായ മകനല്ലേ ഞാൻ. അങ്ങനത്തെ മകന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കയ്യിൽ പെടാത്ത ഒരു കാര്യത്തിന് എന്നെ ഉമ്മ നിർബന്ധിക്കല്ലേ. എന്റെ കയ്യിൽ പെടാത്തത് ഞാൻ എന്ത് ചെയ്യും? എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു ജീവിതമില്ല. ഉമ്മ, എന്റെ ശരീരം ഒന്നാണ്, പക്ഷെ എന്റെ ശരീരത്തിൽ നിന്നുള്ള അവയവങ്ങൾ എന്നിൽ നിന്ന് മുറിച്ചു മാറ്റാം. എന്റെ ശരീരത്തിന്റെ രക്തങ്ങൾ എന്നിൽ നിന്ന് വേർപെടുത്താം. എല്ലാം ഉമ്മ, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ എന്നിൽ നിന്ന് വേർപെടുത്താം, മാംസങ്ങൾ വേർപെടുത്താം, തോലുകൾ വേർപെടുത്താം, ഇതൊക്കെ വേർപെടുത്താവുന്നതാണ്. എന്നാലും വേർപെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യം ഹബീബായ നിബിധങ്ങളോട് എങ്ങനെ കടന്നുകൂടിയ നരരാഗപ്രേമമുണ്ട്. ഇതൊരു നിലക്കും നിർത്താൻ സാധ്യമല്ല. എന്റെ രക്തങ്ങൾ ഇങ്ങനെ ഒഴുകുമ്പോൾ ആ രക്തത്തിന്റെ ഓരോ ഉള്ളികളിലും അതുണ്ട്, ശരീരത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെട്ടി മുറുക്കിയാൽ ശരീരം ചിന്ന ഭിന്നമാകും. പക്ഷെ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്നേഹം നശിക്കുകയല്ല, ആ സ്നേഹം അവിടെയൊക്കെ തടഞ്ഞു പിടിക്കും. അതുകൊണ്ട് എന്റെ കയ്യിൽ പെടാത്ത ഉപാധിവെച്ച് എന്നെ വിഷമിപ്പിക്കല്ലേ ഉമ്മ. ഞാനെന്ത് ചെയ്യുന്നതുകൊണ്ട് ഹബീബായോടുള്ള സ്നേഹബന്ധം ഇല്ലെന്ന് പറയാൻ എന്റെ കൽവനുവദിക്കുന്നില്ല, ഇല്ലെന്ന് പറയാൻ എന്റെ നാവൂര് നിലക്കും തടങ്ങുന്നില്ല. കയ്യിൽ പെടാത്ത ഉപാധിവെച്ച് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ ഉമ്മ.